ഈയന്റെ പ്രതിമയും ധരിക്കും. ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുക്രിസ്തു കാലസമ്പൂർണതയിൽ ഭൂമിയിൽ ജാതനായി. തന്റെ 33.5 തിരുവയസ്സായപ്പോൾ യേശുക്രിസ്തു പാപികൾക്കായി തന്റെ ജീവനെ കാൽവരിയിൽ ബലിയാക്കി. യേശുക്രിസ്തു പാപികളുടെ രക്ഷയ്ക്കായി ജീവനെ കൊടുത്തു. 3-ാം നാൾ ജീവനെ തിരിച്ചെടുത്തു. അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റു. കൈകളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. നാം ആരാധിക്കുന്നത് ചത്തുപോയ ഒരു ദൈവത്തെ അല്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ്. ആമേൻ, ഹല്ലേലൂയ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം നാം വായിക്കുമ്പോൾ ക്രിസ്തു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്നതിൽ നാം സകലരും ഉയർത്തെഴുന്നേൽക്കും എന്നതിന്റെ ഉറപ്പ് നൽകുകയാണ്. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു ഉയർപ്പിന്റെ നിരകൾ. 1 കൊരിന്ത്യർ 15-ന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മനുഷ്യനായി പിറന്നവൻ എപ്പോൾ ഏത് നിലയിൽ മരിച്ചാലും, അഥവാ 2 വിധത്തിൽ മരണമുണ്ടാകും. 1 ക്രിസ്തുവിലുള്ള മരണം, 2 പാപത്തിലുള്ള മരണം. ആമേൻ. പാപത്തിൽ മനുഷ്യൻ മരിച്ചാൽ അവൻ നിർഭാഗ്യവാൻ. ക്രിസ്തുവിൽ ഒരുവൻ മരിച്ചാൽ അവൻ ഭാഗ്യവാൻ. വെളിപ്പാട് പുസ്തകം 14-ന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വരവിന്റെ നാൾ വരെ ഒരു ഇടവേള, ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. ഈ ഇടവേളകളിൽ ആ ആത്മാവ് കർത്താവിൽ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വിശ്രമം എന്ന് പറയുമ്പോൾ ഉറക്കം എന്ന് മാത്രം അർത്ഥമല്ല. ഒരു ലാസർ മരിച്ചപ്പോൾ അബ്രഹാം പിതാവിന്റെ മടിയിൽ അവൻ വേല ഒഴിഞ്ഞ് ഇരുന്നത് പോലെ ധനവാൻ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഒരു കുമാരൻ അപ്പന്റെ മടിയിൽ ഉല്ലസിക്കുന്നത് പോലെ കണ്ടുവല്ലോ. ഇതാണ് വിശ്രമ സ്റ്റേജ്. എന്നാൽ അവൻ വാണുവന്ന ശരീരം മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ട് മണ്ണിലേക്ക് തിരികെ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ മണ്ണിൽ ദ്രവിച്ചു പോകാം, ചിലത് ചുട്ട് കരിച്ചു പോകാം. ആമേൻ, സ്തോത്രം. ചിലത് പക്ഷികൾ കൊത്തി തിന്നാം, ചിലത് മത്സ്യങ്ങളോ അല്ലെങ്കിൽ ആമേൻ ജന്തുക്കളോ അതിനെ തിന്ന് നശിപ്പിക്കാം. പക്ഷേ ഭൂമിയിൽ അത് ലയിച്ചു ചേരുന്നു. എന്നാൽ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കും എന്നതിന് ഉറപ്പ് വരുത്തിയിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 5-ന്റെ 28-29 വചനങ്ങളിൽ, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നു. നന്മ ചെയ്തവരും ഉയർക്കും, തിന്മ ചെയ്തവരും ഉയർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നന്മ ചെയ്തവരും മരിക്കും, തിന്മ ചെയ്തവരും മരിക്കും. തിന്മ ചെയ്തവർ പാപത്തിൽ മരിക്കും. നന്മ ചെയ്തവരെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർ, നീതിമാന്മാർ. ഇവർ ക്രിസ്തുവിൽ മരിക്കും. ക്രിസ്തുവിൽ മരിക്കുന്നവൻ ഭാഗ്യവാനായി മരിക്കും. ഹല്ലേലൂയ. പാപത്തിൽ മരിക്കുന്നവൻ നിർഭാഗ്യവാനായി മരിക്കും. പാപത്തിൽ മരിക്കുന്നവൻ നിർഭാഗ്യവാനായി മരിക്കാൻ കാരണം അവൻ പിന്നെ യാതനാസ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. അവന്റെ വേദന പിന്നെ ഒരിക്കലും തീരുകയില്ല. ധനവാൻ യാതനാ സ്ഥലത്ത് കിടന്ന് അയ്യം വിളിച്ച് ഒരു തുള്ളി വെള്ളത്തിന് കേടപേക്ഷിച്ചതുപോലെ രക്ഷിക്കപ്പെടാത്ത ഏതൊരു വ്യക്തി മരിച്ചാലും നിത്യ യാതനാ സ്ഥലത്ത് പോകുന്നു. അവൻ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടുകയില്ല. തീയിൽ വേദനപ്പെട്ട് അവൻ കഷ്ടപ്പെടേണ്ടി വരും. അവന് ഒരു കാലവും മോചനം കിട്ടുകയില്ല. ആ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് ദുഷ്ടനെ കുറിച്ച് പറയുന്നത്, അവൻ മരിച്ച് ആമേൻ സ്തോത്രം പോയ ശേഷം അവന്റെ ആത്മാവ് പാതാളത്തിൽ പോകുന്നു, യാതന സ്ഥലത്ത് പോകുന്നു. അവന്റെ ശരീരം നീതിമാന്റെ ശരീരത്തെ പോലെ ഇവിടെ ആമേൻ മണ്ണോട് മണ്ണായി അമർന്നു പോകുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവജനം യേശുക്രിസ്തുവിന്റെ രഹസ്യവരവെങ്കിൽ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും.
ഹല്ലേലൂയ. അവരുടെ വിശ്രമത്തിൽ നിന്ന് അവർ ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കും. രക്ഷിക്കപ്പെടാത്തവൻ ആ യാതനാ സ്ഥലത്ത് തന്നെ പിന്നെ ഈ കുറഞ്ഞ പക്ഷം 1007 വർഷങ്ങൾ കൂടെ കിടക്കേണ്ടി വരും. 7 വർഷം അന്തിക്രിസ്തുവിന്റെ വാഴ്ചക്കാലം, 1000 വർഷം യേശുക്രിസ്തുവിന്റെ വാഴ്ചക്കാലം. പ്രൈസ് ദി ലോർഡ്. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. യേശു ഈ ഭൂമിയിൽ നീതിയോടെ വാഴുന്ന 1000 വർഷമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. യെരുശലേമിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് ലോകരാജ്യങ്ങളെ മുഴുവനും ഒരേ രാജാവ് ഭരിക്കും. അതിനു മുൻപായി അന്തിക്രിസ്തു അത് ചെയ്യും. അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തീയും ഗന്ധകും പൊയ്കയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് രാജ്യഭാരത്തെ യേശു ഏറ്റെടുക്കും. 1000 വർഷം യേശു ഭൂമിയെ വിശുദ്ധന്മാരുമായി ചേർന്ന് വാഴും. ഈ 1000 വർഷം വാഴ്ചയുടെ അവസാനത്താണ് അന്ത്യകാല ന്യായവിധിക്ക് വേണ്ടി, വെള്ളസിംഹാസന ന്യായവിധിക്ക് വേണ്ടി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ പറയുന്ന സകല ദുഷ്ടന്മാരും തിന്മ ചെയ്തവരും ഉയർത്തെഴുന്നേൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ ഉയർത്തെഴുന്നേറ്റ് അവർ ജീവപുസ്തകത്തിൽ പേരില്ലാത്തതിനാൽ തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലേക്ക് വലിച്ചെറിയപ്പെടും. അവർ തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ വീണാൽ അത് നിത്യന്യായവിധിയാണ്. പിന്നെ അവർക്ക് ഒരു കാലത്തും വിമോചനമില്ല. അവർ മരണം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ആ തീയിൽ എരിഞ്ഞു പോകയില്ല. ഗന്ധകം ആമേൻ കത്തുന്ന പൊയ്കയായതുകൊണ്ട് അവർ ദണ്ഡനം അനുഭവിച്ച് ജീവിക്കുമെന്ന് വേദപുസ്തക വചനം പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു കാലത്തും മരിക്കാനും പറ്റത്തില്ല, ഒരു കാലത്തും സന്തോഷിക്കാനും പറ്റത്തില്ല. അങ്ങനെ നിത്യദണ്ഡനത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് വേദപുസ്തക വചനം പറയുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച് ആമേൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന ഒരുവൻ അവന്റെ ആത്മാവ് ഇടവേളയിലും ആമേൻ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ ശരീരം ഞാൻ പറഞ്ഞല്ലോ മണ്ണോട് മണ്ണായി അമർന്നു പോകുന്നു. 1 തെസ്സലോനിക്കർ 4:16-17 പറയുന്നു, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഞാൻ പറഞ്ഞുവല്ലോ, ക്രിസ്തുവിൽ മരിക്കുന്നവൻ ഭാഗ്യവാൻ. ആ ഭാഗ്യവാനെ ചേർക്കാനാണ് യേശു വരാൻ പോകുന്നത്. ഓ ഹല്ലേലൂയ. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ലോകത്തിലെ ശാസ്ത്രം വിളിച്ചു പറയുന്നു, ഇനി കാലം ഇല്ല. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, ഇനി കാലം ഇല്ല. ലോകത്തിലെ നേതാക്കൾ വിളിച്ചു പറയുന്നു, ഇനി കാലം ഇല്ല. ഇത് അന്ത്യകാലമാണ്. ആമേൻ. ദൈവവചനം പറയുന്നു, അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഇന്ന് സഭ വ്യത്യാസമില്ലാതെ തന്നോട് നിലവിളിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പകർന്ന് കർത്താവ് തന്നെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലോക സംഭവങ്ങൾ യേശു വരാറായെന്ന് വിളിച്ചു പറയുമ്പോൾ ദൈവ പൈതൽ ഓർത്തുകൊള്ളുക, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ഈ അന്ത്യകാലത്തിൽ അന്തിക്രിസ്തുവിന്റെ കൈക്കീഴിൽ കിടന്ന് ദണ്ഡനം അനുഭവിക്കേണ്ടവരല്ല, നാം കർത്താവിനോടുകൂടെ സന്തോഷിക്കേണ്ടവരാണ്. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. കൈവിടപ്പെടുന്ന അതേ സകല പാപികളും അന്തിക്രിസ്തുവിന്റെ വാഴ്ചക്കാലത്ത് ഇവിടെ കിടന്ന് ദണ്ഡനം അനുഭവിക്കുമ്പോൾ ആമേൻ സ്തോത്രം എടുത്തുകൊള്ളപ്പെട്ട ദൈവജനങ്ങൾ കർത്താവിനോടുകൂടെ പ്രതിഫലം വാങ്ങുകയും കുഞ്ഞാടിന്റെ കല്യാണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അതാണ് ഭാഗ്യം. അതുകൊണ്ട് നീ മരിച്ചാൽ ക്രിസ്തുവിൽ മരിക്കുക, പാപത്തിൽ മരിക്കാതിരിക്കുക. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിലാകണം. ക്രിസ്തുവിലാകണമെങ്കിൽ നീ സ്നാനപ്പെടണം. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. കർത്താവിനോട് ചേർന്നവർ കർത്താവിൽ തന്നെ ജീവിക്കണം. വിശുദ്ധിയെ കാത്തുകൊള്ളണം. അങ്ങനെ പാപത്തിൽ വീഴാതെ വിശുദ്ധിയിൽ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരായി മരിക്കും. അവർ കർത്താവിന്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ വിഷയം ഉയർപ്പിൻ ശരീരം. ഈ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം എങ്ങനെ ഉള്ളതായിരിക്കും എന്നാണ് ഞാൻ ഇനി വേഗത്തിൽ പറയുവാൻ പോകുന്നത്. 1 റോമർ 8:29, 1 കൊരിന്ത്യർ 15:49, ഫിലിപ്പിയർ 3:20-21, 1 യോഹന്നാൻ 3:2. ഈ വചനങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആമേൻ വിശ്വാസിയുടെ പുനരുത്ഥാന ശരീരം ക്രിസ്തുവിന്റെ ശരീരത്തെ പോലെയുള്ളതായിരിക്കും.
കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. സന്തോഷമില്ലേ നിങ്ങൾക്ക്? പെട്ടെന്ന് വായിക്കാം. റോമർ 8:29 അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ആമേൻ. എന്നെയും നിങ്ങളെയും കർത്താവ് സ്നേഹിച്ച് മുൻ നിയമിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സാത്താന്റെ രൂപത്തിലാകാനല്ല, ആമേൻ, യേശുവിന്റെ രൂപത്തിന് അനുരൂപരാകാനാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? ആമേൻ. സാത്താന്റെ രൂപത്തിൽ അവൻ ആദമിനെ ആക്കി തീർത്തു. തേജസ്സിന്റെ വസ്ത്രം അവൻ ഉരിഞ്ഞെടുത്തു. ആമേൻ, സ്തോത്രം. കോലം കെടുത്തി. പക്ഷേ യേശു ക്രിസ്തു നമുക്കായി വന്ന് തന്റെ അങ്കി അവൻ ചീട്ടിടുവാൻ ഏൽപ്പിച്ചുവെങ്കിൽ, നമുക്ക് വേണ്ടി യേശു ക്രൂശിൽ യാഗമായി എങ്കിൽ, യേശുവിനെ കണ്ടവർ ആളല്ല എന്ന് തോന്നത്തക്ക നിലയിൽ ക്രിസ്തുവിന്റെ ശരീരത്തെ വിരൂപമാക്കിയെങ്കിൽ, രക്ഷിക്കപ്പെട്ട ദൈവമൈതലേ, നീ ഒരു കാര്യം മനസ്സിലാക്കുക. ഓ സ്തോത്ര, ദൈവ തേജസ്സിലും ദൈവ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പിശാച് കൈക്കലാക്കി വിരൂപമാക്കി കോലം കെടുത്തിപ്പോയെങ്കിൽ, നിന്നെ തേജസ്സുള്ളവനാക്കി മാറ്റുവാൻ യേശു ക്രിസ്തു ഈ കോലം അനുഭവങ്ങൾ അനുഭവിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുന്നു ആദ്യജാതനാകേണ്ടതിന്, ആമേൻ, സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ രൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. വായിക്കാം 15:49 1 കൊരിന്ത്യർ. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഇന്ന് നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചവരാണ്. നമുക്കറിയാം, ഈ ഭൂങ്കാവനത്തിൽ മണ്ണെടുത്ത് മനുഷ്യനെ ദൈവം മെനഞ്ഞു. ആമേൻ. എന്നാൽ ഈ മണ്ണുകൊണ്ടുള്ള മനുഷ്യൻ പിശാചിന് അടിമയായി തേജസ് നഷ്ടപ്പെടുത്തി. എന്നാൽ രണ്ടാമതൊരാദാം വന്നു, യേശു ക്രിസ്തു. അവൻ മണ്ണിൽ പിറന്നവനല്ല, വിണ്ണിൽ നിന്ന് വന്നവനാണ്. മണ്ണിന്റെ മകനല്ല, വിണ്ണിന്റെ മകനാണ്. ആമേൻ. മൺമയനല്ല, വിൺമയനാണ്. മനുഷ്യബീജത്തിൽ വന്നവനല്ല, പരിശുദ്ധാത്മാവിൽ സംജാതനായവനാണ്. ആ യേശു ക്രിസ്തു, ആമേൻ, സ്വർഗീയൻ. എല്ലാവരും ഉറക്കെ പറ, സ്വർഗീയൻ. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. കൈകളെ ഉയർത്തി ഹല്ലേലൂയ പറയാ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾ ഭാഗ്യശാലികളാണ്. രക്ഷിക്കപ്പെടാതെ മരിക്കുന്നവർ, ആമേൻ, 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് അവർ ഉയർത്തെഴുന്നേറ്റ്, ആമേൻ, അവരെ ജീവന്റെ പുസ്തകത്തിൽ അവിടെ പേരില്ലാത്തത് കൊണ്ട് അവരെ തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിഞ്ഞ് വിരൂപരായി അവിടെ കിടന്ന് പിടഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് മുൾകൽ സ്നാനമെടുത്ത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയെ പ്രാപിച്ച്, ആമേൻ, മുൻ നിയമിക്കപ്പെട്ടവരായി നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ പ്രതിമ ധരിച്ചുകൊണ്ട് നിത്യാനിത്യകാലം സ്വർഗത്തിൽ വാഴും. ഈ ഭാഗ്യ പദവിയാണ് വലുത്. ഇത് പ്രാപിച്ചവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വേദപുസ്തക വചനം പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. 1 കോടി ലോട്ടറി അടിച്ചവനല്ല ഭാഗ്യവാൻ. അവൻ കോടികൾ സമ്പാദിച്ചവനല്ല ഭാഗ്യവാൻ. ഹല്ലേലൂയ. ലോകത്തിൽ വലിയ പൊസിഷൻ നേടിയവനല്ല ഭാഗ്യവാൻ. പാപം ക്ഷമിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ. ആരുടെ പാപം ക്ഷമിക്കപ്പെട്ടുവോ അവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. കാരണം അവൻ പാപത്തിൽ മരിച്ചു പാതാളത്തിൽ പോകേണ്ടി വരികയില്ല. അവൻ ഭാഗ്യവാൻ. ഫിലിപ്പിയർ 3:20-21 വാക്യം വേഗത്തിൽ വായിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം ഇപ്പൊ സ്വർഗത്തിലാണ്. ഇവിടെ നാം പറയും പോലെ അന്യരാണ്, ഇവിടെ പരദേശികളാണ്, ഇവിടെ നമുക്ക് പൗരത്വമില്ല. ലോകത്തിന് നാം ക്രൂശിക്കപ്പെട്ടവരാണ്. ലോകം നമ്മെ തള്ളുന്നു. ആമേൻ. സാക്ഷാൽ രക്ഷിക്കപ്പെട്ടവർക്ക് ലോകത്തിൽ ഒരു നന്മയുമില്ല. ആമേൻ. കൈകളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. ആമേൻ, 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 ആമേൻ. ലോകം പറയും, യേശുവിനെ ഉപേക്ഷിച്ചിട്ട് വാ, നിനക്ക് ഇന്ന നന്മ തരാം, ഇന്ന നന്മ തരാം. പക്ഷെ ഒരു കാര്യം, ലോകത്തിന് നാം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഈ ലോകം നിന്നെ തള്ളും, ഈ ലോകം നിന്നെ മാനിക്കയില്ല, ഈ ഗവൺമെന്റ് പോലും നിന്നെ തള്ളിയെന്ന് വരും. എങ്കിലുമോ എന്റെ യേശു കൈവിടുകയില്ല, എന്റെ യേശു ഉപേക്ഷിക്കയില്ല. എന്റെ യേശുവിന്റെ മുഖം നോക്കുന്നവർ അവരുടെ സന്തതി അപ്പത്തിന് ഇരക്കുകയില്ല. യേശുവിനെ പിൻഗമിക്കുന്നവരുടെ സന്തതി
ഒരിക്കലും കൈവിടപ്പെടുകയില്ല. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും നീതിമാന്റെ സന്തതി അപ്പത്തിനിരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഞാൻ ബാല്യക്കാരനായിരുന്നു, ഞാൻ യൗവനമായി, ഞാനിപ്പോൾ വൃദ്ധനായിരിക്കുന്നു, ഇതുവരെയ്ക്ക് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീതിമാന്റെ സന്തതി അപ്പത്തിനിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ അനുഭവശാലി വിളിച്ചു പറയുന്നു, നിനക്ക് ധൈര്യത്തോടെ യേശുവിന് വേണ്ടി നിൽക്കാൻ പറ്റുമെങ്കിൽ എന്റെ യേശു നിന്നെ കൈവിടുകയില്ല. എന്റെ ദൈവം എല്ലാം നോക്കിക്കൊള്ളുമെന്ന് വിശ്വസിക്കുക. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ. எல்லாமே பார்த்து கொள்வீங்க ஏசப்பா, நீங்க எல்லாமே பார்த்து கொள்வீங்க. சொல்லுங்களா, நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போவதில்லை. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போவதில்லை. சமாதான காரணம் நீங்க தானே, சர்வ வல்லவரும் நீங்க. சொல்லுங்க, சமாதான காரணம் நீங்க தானே, சர்வ வல்லவரும் நீங்க தானே. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போவதில்லை. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து ஏன் தோற்று போகவில்லை? நீங்க எல்லாமே பார்த்துக்கொள். என்னுடைய காரியம் நீங்க பார்த்துக் கொள்வீங்க, எல்லாமே பார்த்துக் கொள்வீங்க. நீங்க எல்லாமே பார்த்துக் கொள்வீங்க, நீங்க எல்லாமே பார்த்துக் கொள்வீங்க. தாயும் தகப்பனும் நீங்க தானே, தாங்கும் சுமை தாங்கி நீங்க தானே. தாயும் தகப்பனும் நீங்க தானே, தாங்கும் சுமை தாங்கி நீங்க தானே. நீங்க இருக்கையில நாங்க சோர்ந்து போவதில்லை. இயேசுவா நீங்க இருக்கையில நாங்க சோர்ந்து ஏன் சோர்ந்து போக மாட்டோம்? நீங்க எல்லாமே பார்த்துக் கொள்வீங்க. ஜீசஸ் எந்த காரியம் எல்லாரும் நோக்கிக் கொள்ளுவது என்று விசுவசிக்கிறோம். எல்லாமே பார்த்துக் கொள்வீங்க. கைகளை தட்டி தெய்வத்தை ஸ்துதிക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാക്കളെ, പിതാക്കളെ, ഒരു ലോക നന്മയ്ക്ക് വേണ്ടി യൂദാ 30 വെള്ളിക്കാശിന് യേശുവിനെ വിറ്റതുപോലെ അല്പ കാശിന് വേണ്ടി, അല്പ നന്മയ്ക്ക് വേണ്ടി യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് നീ തള്ളി പറഞ്ഞു പോകരുത്. മനുഷ്യരുടെ മുൻപിൽ നീ തള്ളി പറഞ്ഞാൽ 1000 ദൂതന്മാരുടെ നടുവിൽ നിന്നെ അവൻ തള്ളി പറയുമെന്ന് വേദപുസ്തകവചനം പറയുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന യേശു ഉണ്ട് എന്ന് നീ മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തെ മുഴുവൻ യേശുവിനായി കൊടുക്കുക. മനുഷ്യന്റെ മുൻപിൽ അവൻ നിന്നെ ഭോഷനായി എണ്ണിയാലും സാരമില്ല. ഇവിടെ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലുള്ളത് കൊണ്ട്. അടുത്ത് വായിക്കണം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആമേൻ. ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തി രൂപാന്തരപ്പെടുത്തൂ. നല്ലവരേ, സർവവല്ലവരേ, കൈ ഉയർത്തി ആരാധനേ, ആരാധന. ഓ നല്ലവൻ, ഓ സർവവല്ലവരേ, വല്ലവനേ, അമ്മേ ആരാധന, ആരാധന. എന്റെ ഹൃദയ സന്തോഷത്താൽ നിറയുന്നു. കാരണം
ഇവിടെ ഭൂമിയിൽ നമുക്ക് പൗരത്വമില്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഈ ഭൂമിയുടെ പൗരത്വമുള്ളവർക്ക് താഴ്ചയുള്ള ശരീരമാണ്. ഈ താഴ്ചയുള്ള ശരീരം പിന്നെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ സ്വർഗത്തിൽ പൗരത്വമുള്ള നമുക്ക് ആ സ്വർഗരാജ്യത്തിൽ നിത്യാദിത്യ യുഗം ജീവിക്കത്തക്ക നിലയിലുള്ള രൂപത്തോട് അനുരൂപരാക്കി ദൈവം നമ്മെ മാറ്റുവാൻ പോകുകയാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. അത് സംഭവിക്കും, അത് സംഭവിക്കും. ബൈബിൾ പറയുന്നത് സംഭവിക്കും. ബൈബിൾ സത്യമാണ്, വചനം സത്യമാണ്, വചനത്തിന് മാറ്റമില്ല. അത് വിശ്വസിക്കുന്നവർ തലയ്ക്ക് മുകളിൽ കരങ്ങളെ തട്ടി യേശുവേ ഈ ബലഹീന ശരീരം മാറി ആമേൻ സ്വർഗീയ ശരീരം നീ തരുന്നതിനാൽ നന്ദി. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:2 പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും. യേശുവിനോട് സദൃശ്യന്മാരാകും. ഹലോ, ഉണങ്ങി മെലിഞ്ഞിരിക്കുന്നവരായാലും യേശുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് 10,000-ങ്ങളിൽ അതിസുന്ദരൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ, താഴ്വരയിലെ പനിനീർ പുഷ്പം, ഓ സാരോനിൽ റോജ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യപുത്രന്മാരിൽ ആദി സുന്ദരൻ, ആദി ശ്രേഷ്ഠൻ. ആമേൻ, സ്തോത്രം എന്നാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളും ഇന്ന് ഏത് മുഖം കോണിയിരുന്നാലും, മൂക്ക് കോണിയിരുന്നാലും, പല്ലൊടഞ്ഞിരുന്നാലും, മുഖം ചുളുങ്ങിയിരുന്നാലും, കയ്യും കാലും 1.5 വീതമേ ഉള്ളുവെങ്കിലും പേടിക്കണ്ട. ആമേൻ, രൂപാന്തര ശരീരമെന്ന് പറയുന്നത് ആമേൻ ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത, ഓ സ്തോത്ര തേജോമയമായ തന്റെ സ്വരൂപത്തിന് അനുരൂപമായ ഒരു നല്ല ശരീരമാണ്, ഉയർപ്പിൻ ശരീരം. അതാണ് ദൈവജനത്തിന് ലഭിക്കാൻ പോകുന്നത്. നീ മരിക്കും വരെ നിനക്ക് ആഹാരം അവൻ തരും, വസ്ത്രം തരും, നിന്റെ കാര്യം എല്ലാം അവൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? ആമേൻ. മരിച്ച ശേഷം നിനക്ക് ആ നിത്യ സന്തോഷം തരുവാൻ ഓ തന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി മാറ്റും. പിന്നെ എന്തു വേണം ദൈവമൈതലേ? നീ ദൈവത്തെ സേവിക്കാൻ എന്ത് തടസ്സം? ഇതുപോലൊരു നല്ല ദൈവം ആരുള്ളൂ? ആമേൻ. അങ്ങനെ അമർത്യമായ ശരീരം, സ്വർഗീയ ശരീരത്തോട്, ക്രിസ്തുവിന്റെ സ്വരൂപത്തിന് അനുരൂപമായ ശരീരത്തോട് നാം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അടുത്ത ചോദ്യം, ഈ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമുക്ക് അന്യോന്യം തിരിച്ചറിയാൻ പറ്റുമോ? ഹലോ, അന്യോന്യം തിരിച്ചറിയാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഏതോ ഒരു മായയിൽ അങ്ങ് പോകും പോലെ, കാറ്റിൽ പോകും പോലെ അല്ല സ്വർഗരാജ്യം. സ്വർഗരാജ്യം അക്ഷരികമാണ്. എല്ലാവരും പറ, അക്ഷരികം. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുവിനെ ശിഷ്യന്മാർ കണ്ടപ്പോൾ മനസ്സിലായോ? എമ്മാവുസിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് അവരെ കണ്ണിനെ നിരോധിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണിനെ നിരോധിച്ചിരുന്നത് കൊണ്ട് അല്പനേരം അവർ കണ്ടില്ല. പക്ഷേ അപ്പം ഉടച്ചു കൊടുത്തപ്പോൾ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. ആമേൻ. ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ നടുവിൽ നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു. ആമേൻ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞുവെങ്കിൽ ഉയർപ്പിൻ ശരീരം വ്യക്തമായി തിരിച്ചറിയാൻ പറ്റുന്ന ശരീരം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. 2, ധനവാന്റെ വീടിന്റെ പടിപ്പുരക്കൽ ജീവിച്ചു കൊണ്ടിരുന്ന ലാസർ മരിച്ചു. അബ്രഹാം പിതാവിന്റെ മടിയിൽ പോയി. ധനവാൻ മരിച്ചു, യാതനാ സ്ഥലത്ത് പോയി. യാതനാ സ്ഥലത്ത് വീണവൻ നിലവിളിച്ചുകൊണ്ട് മുകളിലോട്ട് നോക്കിയപ്പോൾ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഒരുത്തൻ ഇരുന്നു. അബ്രഹാം പിതാവിനോട് ഇത് ആര്, എവിടെ ഉള്ളവൻ, അഡ്രസ് ചോദിക്കാതെ തന്നെ അവൻ വ്യക്തമായി പറഞ്ഞു, അബ്രഹാം പിതാവേ, നിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ പേരിവൻ അറിയാം. കണ്ടപ്പോൾ ഉടനെ മനസ്സിലായി ലാസർ. ഇവരാമൻ പറഞ്ഞാട്ടെ, കണ്ടപ്പോൾ ഉടനെ മനസ്സിലായി ലാസർ. ഹല്ലേലൂയ. പേരും അഡ്രസ്സും പറഞ്ഞു കൊടുത്ത ആ ആളാണ് ഇപ്പൊ ഈ രൂപത്തിൽ ഇരിക്കുന്നുവെന്നല്ല, കണ്ട മാത്രയിൽ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്ന് പറയട്ടെ, നിന്റെ പിതാവ് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, നിന്റെ മകൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, നിന്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, ഭാര്യ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, നീ സ്വർഗരാജ്യത്തിൽ പോകുമ്പോൾ അവരിൽ ഒരാൾ അവിടെ ഇല്ലെങ്കിൽ നിനക്കറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാൾ നരകത്തിൽ വീണുപോയാൽ അറിയാൻ പറ്റും. അങ്ങനെയെങ്കിൽ തിരിച്ചറിയാൻ തക്ക ശക്തിയുള്ള ജ്ഞാനം കൂടെ ദൈവം നൽകിയിട്ടുണ്ട്. ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലാണ് മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇന്നത്തെ പോലെ മന്ദബുദ്ധിയും അല്പബുദ്ധിയും അരബുദ്ധിയും മുക്കാബുദ്ധിയും ഒന്നുമില്ല. അവൻ ദൈവം മനുഷ്യനെ ഏത് നിലയിൽ സൃഷ്ടിച്ചുവോ പൂർണ്ണതയോടെയാണ് അവൻ ആ
നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. ഉയർപ്പിൻ ശരീരത്തിന് അപൂർണത കാണും. മന്ദബുദ്ധിയൊന്നും കാണത്തില്ല, പറഞ്ഞാൽ മനസ്സിലാകാത്ത ബുദ്ധിയൊന്നും കാണത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിന്റെ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളെ ശരിയായി വന്ന് തൊട്ട് രൂപാന്തരപ്പെടുത്തി ബുദ്ധിയെ വർദ്ധിപ്പിച്ച് കണ്ടതും കേട്ടതും സംഗ്രഹിക്കത്തക്ക ശക്തി നൽകി നിന്നെ അനുഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ജ്ഞാനത്തിന്റെ ദൈവമാണ്, ജ്ഞാനത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അതുപോലെ ഉയർപ്പിൻ ശരീരത്തിൽ പൂർണ്ണ ജ്ഞാനമുണ്ടായിരിക്കും. മാത്രമല്ല, ഒരു മറുരൂപ മലയിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. യേശു ശിഷ്യന്മാരുമായി പോയി. എന്നാൽ മറുരൂപ മലയിൽ വെച്ച് യേശു മറുരൂപപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. ആമേൻ. മറുരൂപപ്പെട്ടപ്പോൾ അവിടെ രണ്ട് അതിഥികൾ വന്നു. ആരാണ്? ഏലിയാവും മോശയും. നോക്കി നിന്ന പത്രോസ് പറഞ്ഞു, ഏലിയാവിനൊരു കൂടാരം, മോശയ്ക്കൊരു കുടില്, യേശുവെ അങ്ങേക്കൊരു കുടില്, ഞങ്ങൾ പുറത്ത് കിടന്നോളാം. പ്രൈസ് ദി ലോർഡ്. മോശയെയും ഏലിയാവിനെയും യേശുവിന്റെ മറുരൂപ ശരീരത്തെയും തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞു. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് ഞാൻ ശക്തമായി പറയാം, ഉയർത്തെഴുന്നേറ്റൊന്നും മായയിൽ പോകത്തില്ല. വ്യക്തമായി അറിയാം, ആക്ഷരികമായി അറിയാൻ പറ്റും. ഇതിന്നാളാണ്, 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 വളരെ വ്യക്തമായി പറയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തിൽ ഒരാൾ നരകത്തിൽ പോകരുത്. നിന്റെ കുടുംബത്തിൽ ഒരാൾ നരകത്തിൽ പോകരുത്. നിന്റെ സ്നേഹിതനിൽ ഒരാൾ നരകത്തിൽ പോകരുത്. ഇന്ന് നീ രക്ഷപ്പെട്ടിട്ട് പിള്ളേരെ അങ്ങോട്ട് പറഞ്ഞേക്കുന്ന അമ്മമാരെ, നിങ്ങൾ വിചാരിക്കുന്ന ഈ ലോകത്തിലെ 10 ചെറിയ നന്മയ്ക്ക് വേണ്ടി, 200 രൂപയ്ക്ക് വേണ്ടി, അല്ലെ ലോകത്തിലെ എന്തെങ്കിലും ഒരു ഗുണം എന്ന് പറഞ്ഞ്, പക്ഷെ ഞാൻ പറയട്ടെ, ഇതൊക്കെ മാറിപ്പോകുന്നതാണ്. യേശുവിൽ ആശ്രയം വയ്ക്ക്. ആ മക്കളെ കൂടെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിനക്ക് പ്രബോധനം പറയുകയാണ്. ലോകത്തിന്റെ മായയിൽ കുടുങ്ങി നശിക്കാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ മായയിൽ നാം മുഴുകി പാപത്തെ മേവിടുമ്പോൾ താതനെന്നെ വിളിച്ച സ്നേഹത്തെ ഓർത്തിടും ഞാൻ. ലോകത്തിൻ മായയിൽ ഞാൻ മുഴുകി പാപത്തിൽ മേവിടുമ്പോൾ താതനെന്നെ വിളിച്ച സ്നേഹത്തെ ഓർത്തിടും ഞാൻ. ലോകം വെറുത്തു മോക്ഷമാർഗ്ഗത്തിലോടിടുവാൻ ആദിവ്യ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതിനാൽ, ലോകം വെറുത്തു മോക്ഷമാർഗ്ഗത്തിൽ ഓടിടുവാൻ ആദിവ്യ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നതിനാൽ പ്രത്യാശയേറിടുന്നേ. എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. ഹല്ലേലൂയ. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. അപ്രിയനുമായുള്ള വാസത്തെ ഓർക്കുമ്പോൾ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പിൻപിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായി കൊണ്ടു ലാക്കിയിലേക്കോടിടുന്നു. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായി കൊണ്ടു ലാക്കിയിലേക്കോടിടുന്നു. പാരിൽ പലവിധമം പാടുകൾ ഏറിടിയും പാദം പടറിടാതെ പാതയിൽ പോയിടാമേ. പാരിൽ പലവിധമം പാടുകൾ ഏറിടിയും പാദം പടറിടാതെ പാതയിൽ പോയിടാമേ. പ്രത്യാശയേറിടുമേ. എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടും പ്രത്യാശയേറിടുമേ. ഓ പ്രത്യാശയേറിടുമേ. എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുമേ. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ഈ വലിയ പ്രത്യാശ ദൈവം തന്റെ ജനത്തിന് നൽകിയിരിക്കുന്നു. ലോകത്തോടുകൂടെ നീ നശിക്കുവാനല്ല. ആമേൻ. സ്തോത്രം. നശിച്ചു പോകുവാനല്ല. നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു നിത്യതയുണ്ട്. ആമേൻ. നിന്റെ സഹോദരങ്ങളെ കൂടെ നേടിക്കൊള്ളുക, നിന്റെ സ്നേഹിതനെ നേടിക്കൊള്ളുക, നിന്റെ അമ്മയെ അപ്പനെ നേടിക്കൊള്ളുക, നിന്റെ പെൺമക്കളെ നേടിക്കൊള്ളുക. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട പെൺകുട്ടികളെ പോലും മദ്യപാനിക്കും ആമേൻ രക്ഷിക്കപ്പെടാത്തവനും പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് ജീവിത കയ്പിൽ നിന്ന് കയ്പിലേക്ക് പോകുന്നില്ലേ? പക്ഷെ മാതാപിതാക്കളെ ഉണരൂ. അവരുടെ ആത്മാവിന്റെ രക്ഷ നേടുവാൻ നീ അനുവദിക്കൂ. അവരെ പാപത്തിൽ വിടാതെ, അവരെ ശാപത്തിൽ വിടാതെ. അവിടെ രക്ഷ നിന്റെ ഉത്തരവാദിത്വമാണ്. ഇല്ലെങ്കിൽ ഒരു ദിവസം നീ കരയേണ്ടി വരുമെന്ന് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഉയർപ്പിൻ ശരീരം വ്യക്തമായി
തിരിച്ചറിയാൻ കഴിയുന്ന ശരീരം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 15:42 മുതൽ 48 വരെ 49 വരെ വെച്ച വാക്യങ്ങളിൽ വായിച്ചാൽ അവിടെ പറയുന്നു, 42, 43 പെട്ടെന്ന് വായിച്ചാട്ടെ. മരിച്ചവരുടെ പുനരുത്ഥാനം അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. ഈ ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു. നമുക്കറിയാം, കുഴിയെടുത്ത് കുഴിക്കകത്ത് വിത്തിനെ നടപ്പോലെ കൊണ്ട് ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ഒരു കാര്യം, ദ്രവിക്കുന്ന ശരീരമാണ് വിതയ്ക്കുന്നതെങ്കിൽ ദ്രവിക്കാത്തത് ഉയർക്കും. കൈകളെ ഉയർത്തി നന്നായി പറയാം. അപ്പൊ യേശുവിന്റെ സ്വരൂപത്തിന് അനുരൂപമായ ശരീരം ഉയർക്കും. 2, സ്വർഗീയമായ ശരീരം ഉയർക്കും. തിരിച്ചറിയാൻ കഴിയുന്ന ശരീരമായി ഉയർക്കും. ആമേൻ. 3, ദ്രവത്വമുള്ളത് വിതയ്ക്കും, ദ്രവിക്കാത്തത് ഉയർക്കും. ഹലോ, ഇവിടെ ഇരിക്കുന്ന ദ്രവിക്കും, നാറ്റം വയ്ക്കും. ആമേൻ. സ്വന്തം സഹോദരി പോലും പറഞ്ഞു, ലാസറിന്റെ കല്ലറയെ തുറക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട നാഥ, നാറ്റം വച്ചിരിക്കുന്നു. ആമേൻ. നല്ല സ്നേഹിക്കുന്ന ഭർത്താവായാലും ആദ്യത്തെ 6 മണിക്കൂറോ 8 മണിക്കൂറോ മുത്തും തടവും എല്ലാം ചെയ്യും. പക്ഷെ ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ നാറ്റം വെച്ച് ഓടും. ഭാര്യ അടുത്ത് നിൽക്കത്തില്ല, മക്കളും അടുത്ത് നിൽക്കത്തില്ല, അപ്പന് നിൽക്കത്തില്ല, ആരും നിൽക്കത്തില്ല. കാരണം ദ്രവത്വമുള്ളതാണ്, ദ്രവിച്ചു പോകുന്ന ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹലോ, ആമേൻ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തിൽ ഉയർക്കും. അടുത്ത്, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. തേജസ്സിൽ ഉയർക്കുന്നു. അടുത്ത്, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു. 4 പേര് ചുമന്നുകൊണ്ടാണ് വെക്കുന്നത്. എത്ര മിടുക്കനായാലും ചത്താൽ താനെ പോയി ശവക്കുഴി കിടക്കുവോ? ഹലോ, അല്ലെ എന്നെ ശവക്കുഴി കൊണ്ട് വെക്കാൻ വന്നോന്ന് പറഞ്ഞുകൊണ്ട് വരട്ടുവോ? എത്ര മിടുക്കനായാലും 4 പേരുടെ തോളിൽ കയറിയേ പറ്റൂ. ഹല്ലേലൂയ. 4 പേര് ചുമന്നുകൊണ്ട്, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കൺമദീന ബന്ധപ്പെട്ടോ നീടുന്നു. ആരാ പാടുന്നേ? ചുമക്കുന്നവൻ പാടും, പക്ഷെ മറ്റാളുടെ ഓട്ടം തീർന്നു. പ്രൈസ് ദി ലോർഡ്. അയാളല്ല പാടുന്നത്, ആ പേരിൽ നമ്മൾ പാടുകയാണ്. വാസ്തവത്തിൽ പാടേണ്ടത് ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് സമയമാ രഥത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നത്. കള്ളുകൂടിയാ, നീ സ്വർഗയാത്രയല്ല ചെയ്യുന്നത്. ആമേൻ. പാടിയെ, നീ സ്വർഗയാത്രയല്ല ചെയ്യുന്നത്, നീ നരകയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ സ്വർഗയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവ പൈതൽ മാത്രം പാടുവാൻ പറ്റുന്ന ഒരു പാട്ടാണ്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കൺമദീന ബന്ധപ്പെട്ടോ. തന്നുകൊള്ളി, നിനക്ക് സ്വദേശം ഇവിടെ നരകമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണ് സ്വർഗരാജ്യം. ആമേൻ. ഇവിടെ പരദേശികളാണ് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നത്. ഇവിടെ പരദേശിയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട നിനക്ക് മാത്രം പാടാവുന്ന പാട്ടാണ് ഈ പാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തിരുവാൻ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. ഗുണപ്പെടാത്തവൻ വേഗം യേശുവിനെ കാണുമോ? രക്ഷിക്കപ്പെട്ടവന്റെ യാത്ര തീർന്ന ഉടനെ അവൻ യേശുവിനെ കാണും. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ഓ ഹല്ലേലൂയ. ദൈവരാജ്യ നിമിത്തം കല്ലെറിയപ്പെട്ട സ്തേഫാനോസ് ശരീരത്തിൽ കല്ലുകൾ പതിയുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി രക്തം വമിക്കുന്നവനായി മരണത്തോടടുത്തപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത് തുറന്ന സ്വർഗവും സ്വീകരിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന യേശുവിനെയുമാണ്. ഓ ഹല്ലേലൂയ. ഓ, ക്രിസ്തീയ ജീവിതം ചെയ്യുന്ന രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ യാത്രയുടെ അന്ത്യത്തിൽ അവൻ കാണും യേശുവിനെ. ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തിരുവാൻ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം അങ്ങേ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം അങ്ങേ കാണും ഞാൻ. സാക്ഷാൽ ദൈവപൈതൽ ഇവിടെ നിന്ന് കണ്ണടയ്ക്കുമ്പോൾ അവിടെ പോയി കണ്ണ് തുറന്ന് യേശുവിനെ കാണും. ആമേൻ. ഇന്ന് കണ്ണാടിയിൽ കടമടിയായി കാണുന്നു, അന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണും. അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. അടുത്ത്, ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞ, ഡയബറ്റിക് ഇല്ലാത്ത ശരീരം, ക്യാൻസർ ഇല്ലാത്ത ശരീരം, വയസ്സാകാത്ത ശരീരം, മുഖം ചുളുങ്ങാത്ത ശരീരം, പല്ല് പറയാത്ത ശരീരം, തലമുടി വെളുക്കാത്ത ശരീരം, ഹലോ, മുട്ട വീഴാത്ത ശരീരം. ഹലോ,
പ്രൈസ് ദി ലോർഡ്. എത്ര വയസ്സായാലും നിന്റെ മുഖത്തും ശരീരത്തും അതിന്റെ ക്ഷീണമില്ലാത്ത ശരീരം, ചാകാത്ത ശരീരം, ചാകാത്ത ശരീരം, നിർജീവമാകാത്ത ശരീരം, എന്നെന്നും വാഴുന്ന ശരീരം. അതാണ് ദൈവം തന്റെ ജനത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ശരീരം. പാപത്തിന് മരിച്ചവൻ, ആമേൻ, പാപത്തിന് മരിച്ചവൻ ഇനി മരിക്കേണ്ട ആവശ്യമില്ല. 2 പ്രാവശ്യം ജനിച്ചവൻ ഒരിക്കൽ മരിച്ചാൽ മതി, ശരീരത്തിൽ മരിച്ചാൽ മതി, നിത്യമരണവനില്ല. ഒരിക്കൽ മാത്രം ജനിച്ചവൻ 2 പ്രാവശ്യം ചാകണം, ശരീരത്തിൽ മരിക്കണം, നിത്യമരണത്തിൽ പോകണം. ആമേൻ. 1 കൊരിന്ത്യർ 15:44 വാക്യത്തിൽ പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമാകാത്ത ശരീരം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഓടിയാൽ വിയർക്കും, ജോലി ചെയ്താൽ വിയർക്കും, ദാഹിച്ചാൽ വെള്ളം കുടിക്കണം, അല്ലേ? ദാഹിക്കും, വിശക്കും, വിശന്നാൽ ഭക്ഷണം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഒക്കൂ. ഇവിടുന്ന് ഒരു മുറിക്കകത്ത് പോകണമെങ്കിൽ വാതിൽ തുറന്ന് പോകണം. എന്നാൽ ഈ പ്രകൃതി നിയമങ്ങൾക്കെല്ലാം അപ്പുറമായ ഒരു ശരീരമാണ്. ഓ ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അടുത്ത ആളുകൾ ചോദിക്കും, തിന്നാനും കുടിക്കാനും പറ്റുമോ? ഞാൻ പറയാം, ധാരാളം തിന്നാം, ധാരാളം കുടിക്കാം. ഹല്ലേലൂയ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശരീരത്തോട് തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ആമേൻ, സ്തോത്രം, എന്തുണ്ട്? അവർ അപ്പവും മീനും കൊടുത്തു. അവൻ അപ്പം അവർ കാണെ തിന്നു, മീനും തിന്നു. അത് മാത്രമല്ല, നിത്യതയിൽ പ്രധാനമായി ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാം. ഓ, കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. പുളിച്ച മാങ്ങയല്ല, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാം. പുളിച്ച ആപ്പിളുമല്ല, 12 മാസവും 12 വിധമായ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളാണ് അവിടെ ഉള്ളത്. നാം പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ദൈവ പൈതൽ ഇവിടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ കുറെ കഷ്ടങ്ങളും വേദനകളും ഒക്കെ ഉള്ളൂ. ഇവിടുന്ന് കണ്ണടച്ചാൽ നിന്റെ പ്രശ്നം തീർന്നു. കണ്ണടച്ചാൽ മറ്റവർക്ക് പ്രശ്നം അപ്പോഴാ തുടങ്ങുന്നത്. ഹലോ, ഗുണപ്പെടാതെ മരിക്കുന്നവനും നിനക്ക് അന്നാ പ്രശ്നം തുടങ്ങുന്നത്. പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവപൈതലായി നീ മരിച്ചാൽ അന്ന് നിന്റെ പ്രശ്നം തീർന്നു, അന്ന് നിന്റെ സ്വർഗ സന്തോഷം ആരംഭിക്കുന്നു. അതുകൊണ്ട് മായായ ലോകത്തിൽ നീ നിൽക്കരുത്. ഹല്ലേലൂയ. മായയായ ലോകത്തിൽ നാം ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ നാം ചേർന്ന് നിൽക്കാതെ, എന്റെ രക്ഷകനാം യേശുവിൽ നാം ആശ്രയിച്ചിടാം, എന്റെ രക്ഷകനാം യേശുവിൽ നാം ആശ്രയിച്ചിടാം. അതുകൊണ്ട് മായയായ ലോകത്തിൽ നീ ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ നീ ചേർന്ന് നിൽക്കാതെ, എന്റെ രക്ഷകനാം യേശുവിൽ നാം ആശ്രയിച്ചിടാം, എന്റെ രക്ഷകനാം യേശുവിൽ നാം ആശ്രയിച്ചിടാം. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മശക്തിയായി നടത്തേണമേ, ആത്മശക്തിയായി. ഹല്ലേലൂയ. വാതിലടച്ചിരിക്കുമ്പോൾ അകത്ത് പ്രവേശിക്കാൻ പറ്റുന്ന ശരീരം. ആമേൻ. ഹല്ലേലൂയ. ഈ വരുന്ന ദൈവമക്കൾക്കുള്ള വാഹനം എന്ന് പറഞ്ഞാൽ അമേരിക്ക പോകണമെങ്കിൽ ഫ്ലൈറ്റ് ഒന്നും പിടിക്കേണ്ട, വെള്ളക്കുതിരയിൽ ഒന്ന് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ ചിന്താ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ശരീരം. മരണമില്ലാത്ത, ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത നല്ല ശരീരം, നിത്യമായ ശരീരം, ഒരിക്കലും നശിക്കാത്ത ശരീരം, മരണമില്ലാത്ത ശരീരം, അക്ഷയമായ ശരീരം, ഹല്ലേലൂയ, മഹത്വപൂർണമായ ശരീരം, നിത്യാനിത്യ യുഗം വാഴുന്ന ശരീരം. ഓ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്ന് പല്ല് പറഞ്ഞവർക്ക് അവിടെ പല്ലുണ്ടോ? നല്ല പല്ല് കിട്ടും. ഇവിടത്തെ കുരുടർക്ക് അവിടെ കണ്ണ് കിട്ടുമോ? നല്ല കണ്ണ് കിട്ടും. ഊനം എന്നതവിടെ ഇല്ല. ഊനമില്ലാത്ത ശരീരം, ചിതറടിക്കപ്പെട്ട് പരിച്ചുപോയ ശരീരമായാലും സൂപ്പറായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് സാധാരണ ഒരു കുട്ടി ജനിച്ച് 10, 18, 20 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കും, അല്ലേ? പക്ഷേ ആമേൻ, സ്തോത്രം, ആദം ജനിച്ചാൽ ഉടനെ കല്യാണം കഴിക്കത്തക്ക നിലയിലാണ് ജനിച്ചത്, അല്ലേ? അപ്പൊ പൂർണ്ണ വളർച്ചയിലാണ് ആദം. ഞാൻ പറഞ്ഞ അതാണ്, പൂർണ്ണ വളർച്ചയിലാണ് ആദം ജനിച്ചത്. പൂർണ്ണ ആരോഗ്യവാൻ, പൂർണ്ണ വളർച്ച, പൂർണ്ണ ജ്ഞാനം എല്ലാം ഉണ്ടായിരുന്നു. അവൻ പിശാചിന്റെ കയ്യിൽ കൊടുത്ത അവനെ ഈ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയവനെ കുറ്റുയിരാക്കിയതുപോലെ, അർത്ഥപ്രാണനാക്കിയതുപോലെ പിശാച് അവനെ അർത്ഥപ്രാണനാക്കിയതാണ്. അതിനു മുൻപ് അവൻ നല്ലവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ഉയർപ്പിൻ ശരീരം പൂർണ്ണതയുള്ള ശരീരമായിരിക്കും. ഓ, എല്ലാവരും ഒരു കളറായിരിക്കും കേട്ടോ. ആമേൻ. കറുപ്പ്, വെളുപ്പ്, വിളറിയത്, സ്തോത്രം, പൂച്ചക്കണ്ണ്, നല്ല കണ്ണ്, കറുത്ത കണ്ണ്, വെളുത്ത കണ്ണ്, ഇങ്ങനെ പ്രത്യേകമൊന്നുമില്ല. എല്ലാം സൂപ്പറായിരിക്കും. ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. ആമേൻ. 10,000-ങ്ങളിൽ സുന്ദരനായ ആത്മമണവാളന് തക്ക മണവാട്ടി.
ഹല്ലേലൂയ. മറ്റവരെന്ത് ചെയ്യും? പിശാചിന്റെ രൂപത്തിലാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് ചാകില്ല, ഇതുപോലെ ചാകത്തൊന്നുമില്ല. നല്ല തിന്നാനും കിട്ടത്തില്ല, വെള്ളം കുടിക്കാനും കിട്ടത്തില്ല. മറ്റവൻ ഇതുവരെയും വെള്ളം കിട്ടിയില്ല. ആർക്ക്? ധനവാനെ അന്ന് ചോദിച്ച വെള്ളം ഇതുവരെയും കിട്ടിയില്ലെന്ന്. കള്ളുകൂടിയ കുടിക്കേണ്ടതൊക്കെ ഇവിടെ കുടിച്ചു പോകും, അവിടെ കുടിക്കാൻ കിട്ടത്തില്ല നിനക്ക്. പ്രൈസ് ദി ലോർഡ്. പുകവലിക്കുന്നവൻ നീ സിഗരറ്റും കൊണ്ടുപോണ്ട, തീയും കൊണ്ടുപോണ്ട, രണ്ടും അവിടെ ഉണ്ട്. തീയും ഉണ്ട്, പുകയും ഉണ്ട്. പിന്നെ എന്നാ? വാക്കകത്തൂടല്ല, മൂക്കിനകത്തും കണ്ണിനകത്തും ശരീരം മുഴുവനും പുകയും. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ അങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. നീ തീ കൊണ്ടുപോണ്ട, കള്ളുകൂടിയും കള്ളൊന്നും കൊണ്ടുപോണ്ട. ദൈവത്തിന്റെ ക്രോധ മധ്യത്തിൽ നിന്ന് കുടിക്കേണ്ടി വരും. ക്രോധമധ്യം. മറ്റവൻ അന്ന് ചോദിച്ച വെള്ളം ഇതുവരെയ്ക്കും ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല. പൊൻക്ലാസ്സിൽ ചോദിച്ചില്ല. ആ പുണ്ണ് പിടിച്ചവന്റെ കൊച്ചു വിരലിൽ വെള്ളത്തിൽ മുക്കി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. അതുപോലെ ഇതുവരെയ്ക്കും കിട്ടിയില്ലെങ്കിൽ ആമേൻ, ഇവിടത്തെ മദ്യപാനി നിന്റെ ഗതി എന്താണ്? സ്തോത്രം. സത്യത്തിന്റെ വചനത്തിങ്കിലേക്ക് നീ തിരിഞ്ഞു വന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ആമേൻ, ഈ ഭൂവാസം ഭയത്തോട് വിറയലോട് ചിലവഴിച്ച് അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ എന്ന തിരുവചനം പോലെ വിശുദ്ധീകരിച്ചുകൊണ്ട് നീതി ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാ ഹിതപ്രകാരം വചനത്തിന്റെ വഴികളിൽ പരിശുദ്ധ പാതയിൽ നീ നടക്കുന്നു എങ്കിൽ ഒരിക്കലും നീ കൈവിടപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ, ആ പൊൻകിരീടക്കൂട്ടത്തിൽ എന്റെ പേര് വിളിക്കും. നിന്റെ പേര് വിളിക്കുമോ? ആ പൊൻകിരീടക്കൂട്ടത്തിൽ എന്റെ പേര് കണ്ടിടും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. അന്റെ നല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ നാമത്തിൽ പ്രത്യാശയും പ്രതിഭവേ, യേശുവേ നാമത്തിൽ പ്രത്യാശയും പ്രതിഭവേ. പ്രൈസ് ദി ലോർഡ്. ഈ മാതാവിന്റെ പേര് രാധാമണി, സ്ഥലം അമരവിള. താൻ പറയുന്ന സാക്ഷ്യം, കഴിഞ്ഞ 28 വർഷങ്ങളായി തനിക്ക് പ്രസവം നിർത്തുവാനുള്ള ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത അന്ന് മുതൽ തന്റെ വയറ് വീർത്ത് വയറിനകത്ത് ഉരുണ്ട് കയറുന്ന അനുഭവം. അന്ന് മുതൽ പല ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ട് ഒരു മാറ്റവുമില്ല. മെഡിക്കൽ കോളേജിൽ താൻ ട്രീറ്റ്മെന്റിലാണ്. വരുന്ന ചൊവ്വാഴ്ച അതിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഈ ആരാധനയ്ക്ക് കടന്നു വന്നത്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ പറയുന്നു, ഒരു വലിയ ദൈവശക്തി അവിടെ മേൽ വ്യാപരിച്ചു. ആ വയറിനകത്ത് അല്ലെങ്കിൽ എപ്പോഴും ഉരുണ്ട് കയറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആ ഉരുണ്ട് കയറുന്ന അനുഭവം ഇല്ല. വയറെല്ലാം നല്ല ഒരു ഭാരം കുറഞ്ഞ, അസ്വസ്ഥതയെല്ലാം മാറി നല്ല സുഖമുണ്ടെന്ന് സാക്ഷി പറയുന്നു. ശരിയാണോ? ശരി തന്നെ. വയറ് ക്ലിയർ ആയോ? വയറ് ക്ലിയർ. അപ്പൊ ഇനി ഓപ്പറേഷൻ വേണ്ട? ഓപ്പറേഷൻ വേണ്ട. യേശുവാണ് എന്റെ ഡോക്ടർ. യേശുവാണ് എന്റെ ഡോക്ടർ. പിടിപ്പിച്ച ദൈവത്തിന് സ്തോത്രം. യേശുവിന് ഒരുപാട് നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇപ്പൊ വിഷമമുണ്ട്. ഇത്രയും കാലം യഥാർത്ഥ ദൈവത്തിനെ അറിഞ്ഞില്ലല്ലോ ദൈവമേ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇപ്പൊ